അടുത്ത കാലത്തൊന്നും കാണാത്ത വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഡൽഹി നഗരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ITOയിൽ രാവിലെ 10:30 മണി മുതൽ തുടർച്ചയായി പ്രതിഷേധം സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് 400 മീറ്റർ അപ്പുറത്താണ് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനം. പാർട്ടി ആസ്ഥാനത്ത് നിന്ന് രാവിലെ കുറച്ച് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി പുറത്തേക്കിറങ്ങി. അവർ നടന്നു പോകുന്നതിനിടയിലാണ് മന്ത്രി അതിഷിയും ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജും പ്രതിഷേധത്തോടൊപ്പം ചേർന്നത്. ഇരുവരും മുദ്രാവാക്യം വിളിച്ച് ബാരിക്കേഡുകൾ മറികടന്ന് ഇവിടേക്ക് വരികയായിരുന്നു. ഇവിടെ ITO എന്ന് പറയുന്നത് ഡൽഹി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ ഉപരോധിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഡൽഹി പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഒപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗവും എല്ലാം ചേർന്ന് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു. അതിഷിയെ ബലം പ്രയോഗിച്ച് പ്രവർത്തകർ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിൻ്റെ കാഴ്ചയാണ് ഇന്നിവിടെ ഏറ്റവും പ്രധാനമായി കണ്ടത്. ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയാണ് ED അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കാൻ ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡൽഹിയിൽ കഴിഞ്ഞ 12 വർഷക്കാലമായി കെജ്രിവാൾ നടത്തുന്ന ഇടപെടലുകളുണ്ട്, ഭരണത്തിൽ നടത്തിയ ഭരണ നേട്ടങ്ങളുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായി തന്നെ ആം ആദ്മി പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് ഡൽഹിയിലാകെ പ്രതിഷേധത്തിന് വലിയ ആഹ്വാനമുണ്ട്. രാവിലെ മുതൽ ഇവിടേക്ക് എത്തിയ പ്രവർത്തകർ ഏതാണ്ട് 400-ലധികം പേരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതേപോലെ നിരവധി ബസ്സുകളായിട്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴൊക്കെയും വീണ്ടും പ്രവർത്തകർ എത്തി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിൻ്റെ കാഴ്ച നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇവിടെ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിൽ കൂടുതൽ ഐക്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഈ സംഭവം ഉൾപ്പെടെ 15 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ 7 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നേരിട്ട് പോയി കണ്ടു. 7 പാർട്ടികൾ എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസ് ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, ആം ആദ്മി പാർട്ടി ഉണ്ട്, NCP ഉണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളെല്ലാം പോയി ആവശ്യപ്പെട്ട കാര്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണം. അന്വേഷണ ഏജൻസികളെ ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇതിൽ കൃത്യമായ ഇടപെടൽ വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ഇത് ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. EDയും CBIയും അതുപോലെ തന്നെ ഇൻകം ടാക്സും പോലെയുള്ള സെൻട്രൽ ഏജൻസികളും ഇലക്ഷൻ കമ്മീഷൻ്റെ പെർവ്യൂവിൽ വരണം, അവരുടെ ആക്ഷൻ പെർവ്യൂവിൽ വരണം, അതിന് കൺട്രോൾ ഉണ്ടാകണം. അവരുടെ സ്ഥലം മാറ്റമടക്കമുള്ള കാര്യങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യാനുള്ള അധികാരം ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിഷ്പക്ഷവും നിർഭയവുമായ ഇലക്ഷൻ നടത്താൻ ഒരു നടപടി എടുക്കാൻ തയ്യാറാകണമെന്നാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത സംഭവം സ്വതന്ത്ര ഇന്ത്യയിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് തന്നെയാവും പ്രചാരണത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലെ പ്രതിഷേധത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.